എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് കുറച്ച് കക്കാർച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പം രാവിലത്തെ പലഹാരം ഉണ്ടാക്കുന്നൊപ്പം തന്നെ ഈ കക്കാർച്ചി റോസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. അപ്പം ഏത് തുടക്കക്കാർക്കും എളുപ്പത്തിൽ ഗ്രീൻ പീസ് വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് ഒരു സ്പൂൺ കടുകിട്ടു, പിന്നെ ഒരു സവോള ഞാൻ അതിലേക്കിട്ടു, 2 പച്ചമുളക് അതിലേക്കിട്ടു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. കാരണം അത് ഉപ്പിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സവോള വാടിക്കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൂടുതലെടുക്കും. അത് ഒരു ടിപ്പാണ് കേട്ടോ. ഉപ്പിട്ട് എപ്പോഴും ഇളക്കി കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഉപകരിക്കും ഉപ്പിടുവാണെങ്കിൽ. ഒത്തിരി ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പം ആ ഉപ്പ് ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. കാരണം പിന്നെ ഗ്രീൻ പീസ് ആയതുകൊണ്ട് ക്യാരറ്റ് ഇട്ടാൽ നല്ലതായിരിക്കും. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ക്യാരറ്റ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്യാരറ്റ് ഇട്ടാലും നല്ലതാണ്. അപ്പം പിന്നെ ഇതിലേക്ക് മല്ലിയില ഇടാൻ വേണ്ടി ഞാൻ മല്ലിയില എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഇത് ഫ്രിഡ്ജിലൊരു ബോക്സിൽ, എയർ ടൈറ്റായ ഒരു ബോക്സിൽ പേപ്പറെ പൊതിഞ്ഞാണ് ഞാൻ വെക്കുന്നത്. ഒരു 3 ദിവസം ആയ മല്ലിയിലയാണ്, പക്ഷെ നല്ല ഫ്രഷോടെയല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില എടുത്ത് കഴുകി ഗ്രീൻ പീസ് കറിക്കിടാൻ വേണ്ടിയിട്ടാണ് അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഈ മല്ലിയില ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി നല്ലതാണ് ഇട്ട ഗ്രീൻ പീസ് കറിക്ക്. ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഇടണം. ഈ ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് ആ എണ്ണ ഈ ഗ്രീൻ പീസിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് കിട്ടും. ആ എണ്ണ കൂടെ ഉള്ളത് ആ ഗ്രീൻ പീസ് ഒന്ന് നല്ല തീയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, നമ്മളിട്ട പൊടിയെല്ലാം കൂടെ. അപ്പോൾ ആ എണ്ണ ആ പൊടിയിൽ പിടിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് അവിടെ ഇളക്കി കുക്കർ അടപ്പ് മൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദോശയുടെ മാവെടുത്ത് അത് ഇളക്കി മാറ്റി വെച്ചു. ഈ കക്കാറച്ചി എൻ്റെ മോള് കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അവൾ പൈപ്പിൻ ചോട്ടി പിടിച്ചാണ് ആ കക്കാറച്ചി കഴുകി ഇച്ചിരി വീതം എടുക്കുന്നത്. അത് ഞാൻ കൊണ്ടുവന്നൊരു ബൗളിലാക്കി 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി അധികം കൂടുതൽ ചേർക്കണ്ട, ഒരു 2 സ്പൂൺ മതി. പക്ഷെ മുളക് പൊടി 3 സ്പൂൺ ആണെങ്കിലും നമുക്ക് ചേർക്കാം. കാരണം ഞങ്ങൾക്ക് എരിവ് വേണം. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണ്ട. ഞാനൊരു 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് എനിക്ക് സോസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് 1 സ്പൂൺ ടൊമാറ്റോ സോസ് എന്ന കണക്ക് വെച്ചാൽ മതി. 1 സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. 1 സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ കല്ലേ വെട്ടൊന്നിച്ച് ഒന്ന് ചതച്ചതാണ് അത്. പച്ചമുളക്, പിന്നെ 1 സ്പൂണ് മൈദാമാവ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ മസാല എല്ലാം അതിനകത്ത് പിടിക്കാൻ വേണ്ടി ആ മൈദാമാവ് നല്ലതാണ്. നമുക്ക് ആ കക്കാർച്ചിയിൽ ഒരു കോട്ടിങ് കിട്ടും ആ മൈദാമാവ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ചേർക്കുന്നത് എന്നാന്ന് സോയാ സോസ്, നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ആ സോയാ സോസ് 1 സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ, ഉപ്പും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് യോജിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സ്പൂണ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യോജിപ്പിച്ച് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും പെരിഞ്ചീരകവും കൂടെ അരച്ച് നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചാറ് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. നമ്മുടെ കക്കാർച്ചി നന്നായിട്ട് യോജിപ്പിച്ചതെടുത്ത് അത് റെഡിയാക്കിയിട്ടുണ്ട്. ദോശ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുവാണ് ഈ ഒപ്പം തന്നെ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡിയായി. നമ്മുടെ ദോശ ഗ്രീൻ പീസ് കറി നമുക്ക് അത് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ കക്കാറച്ചി റോസ്റ്റ് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ മൊരിയാൻ. അപ്പോൾ എൻ്റെ മോൾക്ക് ഗോതമ്പ് ദോശ വേണ്ടതുകൊണ്ട് അവൾ ഗോതമ്പ് ദോശ റെഡിയാക്കിയ സമയം കൊണ്ട്. അപ്പം നമ്മുടെ കക്കാറച്ചി റോസ്റ്റ് കണ്ടല്ലോ എല്ലാവരും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം,
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.